വന്നേക്കണു മജിസ്ട്രേറ്റുകള്. അമ്മേ, ദേ ഏട്ടൻ വരുന്നുണ്ട്. അമ്മയുടെ കേട്ടം വന്നേക്കണു. നീ എന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ? ഏട്ടന്റെ വിളി വന്നപ്പോഴേ അമ്മയെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. എന്നേട്ടാ ഷൂട്ടിംഗ് തുടങ്ങണേ? അതിനൊക്കെ ഇനി സമയമുണ്ട്. വസ്തുക്കളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. സമാധാനായി. വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഓ, കഴുതണ്ടായിരുന്നോ കൂടെ? കഴുതല്ലത്, പുലിയ പുലി. ഇതാ എത്ര പുലിവേഷം കെട്ടിയാലും കഴുതല്ലാണ്ടാവോടാ കഴുത. മുത്തശ്ശ, എന്നെ മനസ്സിലായി കാണുമല്ലോ, പുലി മുരുകൻ. ഇപ്പോഴും നിന്റെ അച്ഛനാ തുറപ്പൻ ശങ്കുൻ തന്നെ അല്ലേ? എന്താ തറച്ചിരിക്കാൻ? തലക്ക് വട്ടുള്ള ആളെന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട്? വട്ട് നിന്റെ അച്ഛന്. കറക്റ്റാണിത്. മുത്തച്ഛ, വിഷ്ണുവിനെ അനുഗ്രഹിക്കാൻ കിട്ടുന്ന അവസാനത്തെ ചാൻസാ. പിന്നെ അവനെ പിടിച്ചാൽ കിട്ടൂല. പിടിച്ചാ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഇവനെന്താ വല്ല എണ്ണയും തേച്ച് മോഷ്ടിക്കാനും പോണോ? കുറച്ച് എലിവേഷൻ കിട്ടും. എന്തിന്? ആ വെറ്റിലെ തേച്ച് കൊടുക്കാനാ. കൊടുക്കൂ, ഈ വാങ്ങ്. വല്ലതും പറഞ്ഞാവോ? ഒന്നുമില്ല, മരിക്കാതിരിക്കട്ടെ. ഇയാളൊന്നും കാലനും കാണുന്നില്ല. മുത്തശ്ശ, എനിക്ക് സിനിമയിൽ എല്ലാം അറിഞ്ഞു. നന്നാവൂല്ലാന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യാ? ഈ വിഷമിക്കണ്ട. എല്ലാ പുരയിലും ഉണ്ടാവും ഇതേമാതിരി പൂതൽ ചുരുമരം. നമ്മളെ പുരയിലുണ്ടായിരുന്നു വല്യാപ്പ. ചത്ത് എന്ന് പറഞ്ഞ് കുയിൽക്കെടുക്കും. അവിടുന്ന് ജീവിച്ചു പോരും. ഈ അഭിനയക്കളരിൽ മാഫിയ ശശിനെ വരെ മലർത്തിയടിക്കാം. താങ്ക് യുടാ. എന്താ സംശയം? ശരിടാ. കൈ തരുത്തോയി. ആ ലാലേട്ടനൊക്കെ സമ്മതിക്കണം. എത്ര ദിവസം അത് കിട്ടി അഭിനയിച്ചിണ്ടാവൂലേ? ആ മീശും കൂടി എടുത്താള് വൈകുന്നേരെ പൊട്ടന്തയായിട്ട് അഭിനയിക്കാനുള്ള പൊട്ടന്തൈ ഞാനാവല്ലോ കേട്ടോ പ്രാവശ്യം. ഏറ്റവും നാട്ടിൽ വേറെ പൊട്ടനെ കിട്ടാനില്ല. അപ്പൊ നിങ്ങളൊക്കെയോ? ലുക്ക് വേണ്ടേ? ഇവനൊക്കെ കറക്റ്റ് ലുക്കാ പൊട്ടണ്ടേ. ഇനിയിപ്പോ നമ്മളെ പൊട്ടനാക്കിക്കോ. ആൾക്കാർ വിശ്വസിക്കില്ല. ഇനി നമുക്ക് ഇവർക്ക് കുറച്ച് അഭിനയ മുഹൂർത്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. അതായത് ഞാൻ എന്തു പറയുന്നു അതനുസരിച്ച് നിങ്ങൾ റിയാക്ട് ചെയ്യണം. ഉദാഹരണത്തിന് മഴ നനയുന്നു, നിങ്ങൾ മഴ നനയും. നല്ലപോലെ മഴ പെയ്യുന്നു, മഴയാണ്. പെട്ടെന്ന് ഭയം വന്നു, ഭയപ്പെട്ട് മുന്നോട്ട് വരും. വിഷ്ണു, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. സൈലൻസ്. ഇനി സ്ലോ മോഷൻ ആണ് അടുത്തത്. ജയേഷ്, carry on. Come on, വിഷ്ണു. സ്ലോ മോഷൻ. വിഷ്ണുവിന് മുമ്പ് ജോസ് ആന്റണിയുടെ പടത്തിൽ കാസ്റ്റ് ചെയ്തിരുന്നു. ഉമേഷ് ബാബുവിന്റെ പടത്തിലും വിഷ്ണുവിനെ കാസ്റ്റ് ചെയ്തിരുന്നു അല്ലേ? 2 പടവും നടന്നില്ല. മാത്രമല്ല, ആ 2 സംവിധായകരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇതെങ്ങനെ തന്നോട് പറയണമെന്ന് എനിക്കറിയില്ല. ഈ സിനിമ എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളുടെ ഒരു കൂമ്പാരമാണല്ലോ. എനിക്കതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല. കോടികൾ മുടക്കിയുള്ള ബിസിനസ് അല്ലേ. പ്രൊഡ്യൂസർ അടക്കം നിർബന്ധിക്കുമ്പോൾ ഏതായാലും മോൻ സച്ചി ഒന്ന് പോയി കാണാം. അതാവുമ്പോ ഒരു മിനിറ്റ്. അപ്പൊ ശരി മോനെ. അലോൺ. അല്ല, ഇവിടുത്തെ വർക്ക് ഉടനെ കഴിയും. പറ മുകേഷേ. അല്ല, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഡേറ്റ് വാങ്ങാം. അതൊരു വിഷയമല്ല. അശോകേട്ടൻ പറഞ്ഞല്ലോ അല്ലേ, എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ തന്നെ അഭിനയിപ്പിച്ചുകൊണ്ട് ഞാൻ തട്ടിപ്പോന്നുള്ള പേടി കൊണ്ടൊന്നുമല്ല. എങ്ങാനും തട്ടിപ്പോയാൽ അവർ മുടക്കിയ കാശ് പോകില്ല എന്നുള്ളതാണ് അവരുടെ പേടി. വാങ്ങിയ കാശും തിരിച്ചു കൊടുത്തത് വേണ്ടാന്ന് വെച്ച് പോയാലെന്ന് ഇവർ ആലോചിച്ചതാ. പക്ഷെ എന്നെ മാത്രം വിശ്വസിച്ച് കുറെ പടങ്ങളെ കളഞ്ഞു നിൽക്കുന്ന കുറച്ച് ടെക്നീഷ്യൻസ് ഉണ്ട്. അവരുടെ കാര്യം ആലോചിച്ചിട്ട് താൻ വിഷമിക്കണ്ട, നമുക്ക് മാർഗമുണ്ടാക്കാം. തന്റെ ആദ്യ പടം ചെയ്യുന്നവർക്കല്ലേ ഉള്ളൂ ഈ പ്രശ്നം. ഷൂട്ടിങ് തുടങ്ങാൻ ഇനി 1 മാസമുണ്ട്. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു 2 ഡയലോഗുള്ള ഒരു വേഷം അതൊന്നും ചെയ്തിട്ട് പോവാ. അതോടെ തീരുവല്ലോ ഇവരുടെ സൂക്കേട്. അല്ല സാർ, എനിക്ക് സിനിമയിൽ അങ്ങനെ ആരെയും. താൻ പോയി ഡയറക്ടർ തോമസ് ജോർജിനൊന്ന് കാണാം. അവൻ്റെ പടം ഈ ആഴ്ച തുടങ്ങണമെന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. അവനിതിൽ വലിയ വിശ്വാസമല്ല, പ്രത്യേകിച്ച് അവൻ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ, താങ്ക് യു സാർ. യെസ്, ഡയറക്ടർ തോമസ് ജോർജ് സ്പീക്കിംഗ്. മാറ്റി വെക്കാൻ അങ്ങോട്ട് ആരുടെ മാറ്റി വെക്കാൻ? താനാണോ തീരുമാനിക്കുന്നത്? ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണോ മാറ്റി വെക്കുന്നത്? 3ാമത്തെ പ്രാവശ്യമല്ലേ? ഞാൻ വേണ്ട ഇതിനൊക്കെ സമാധാനം പറയാൻ.
കഴിഞ്ഞ ദിവസം തന്നെ ഒരു പത്രക്കാരൻ വിളിച്ചിട്ട് ചൊറിയുന്ന 100 ചോദ്യങ്ങളാ എന്നോട്. എങ്ങോട്ടൊക്കെയാ പോകുന്നത്, എന്നാ തുടങ്ങുന്നത്, എന്നാ ഇറങ്ങുന്നത്, ആരൊക്കെ അഭിനയിക്കുന്നത്. ഇനി കാത്തിരിക്കാൻ നടക്കില്ല. ഇത് മാറ്റി വെക്കുന്ന കാര്യം ഒരു കാരണവശാലും നടക്കില്ല. ഇടാ അസോസിയേഷൻകാരോട് പോവാൻ പറ. 17-ാം തീയതി പടത്തിന് പൂജ വെച്ചിരിക്കുന്നതല്ലേ, ആ ജോത്സ്യം കണ്ടുവച്ചിരിക്കുന്ന സമയല്ലേ. അത് ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. ഒരു കാരണവശാലും ഈ പടത്തിന്റെ കാര്യത്തിൽ മറ്റൊരു നടപടി ഉണ്ടാവില്ല. ഹണീബിക്കാരോട് വേറെ ആർട്ടിസ്റ്റിനെ നോക്കാൻ പറയുന്നത്. ഓ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ. ബാബുരാജ് ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നല്ലോ. സെക്കൻഡ് പാർട്ടിലും കാണും. രാശിയാണല്ലോ. ഞാൻ സംസാരിക്കാനോ ലാലേട്ടനോടോ? എടോ പിന്നെ എന്താണോ തന്റെയൊക്കെ പണി? എന്തിനാ തന്നെയൊക്കെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നേ? ഞാൻ തന്നെ ഈ പണിയൊക്കെ ചെയ്യാനാണെങ്കിൽ ഓക്കെ. ഈ ഹണീബിയുടെ ഷൂട്ടിങ്ങിന് എത്ര ദിവസം എടുക്കും? ഒരു മാസോ? ഒരു കാര്യം ചെയ്യും, ഹണീബി 2ന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാണ്. അതിനകത്തൊരു മാറ്റവും ഇല്ല. ഇത് ലാസ്റ്റ് ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഫൈനലാണ്. ഇനി നാളെ ഇനി ഒരു മാറ്റം ഉണ്ടാവരുത്. ഇത് 4ാമത്തെ ഫൈനലാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഒരു ഉത്തരവാദിത്വം ഇല്ലതേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഓ, താനാരാ? ആരോ നീ ഇങ്ങനെ അകത്ത് കയറിയേ? സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ അകത്തുവന്നേ. ആര്? ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ല. സാറ് ഡോറ് തുറന്നു വന്നിട്ട് ഇതില് ബാത്റൂമിൽ പോയി. ആര്? ഞാനോ? ഞാൻ ബാത്റൂമിൽ പോയിട്ട് തന്നെ ഒരാഴ്ചയായി. അയ്യോ സാർ സത്യമായിട്ട് എന്നെ ബാത്റൂമിലേക്ക് വിളിച്ചു. ഞാനോ? ഓക്കെ. വാട്സ്ആപ്പ് മാറ്റർ എന്തിനാ വന്നേ? സർ, ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിംഗ് കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് വന്നതാ. അതിനിപ്പോ ഞാനെന്ത് വേണം? സർ, സച്ചി സാർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് സാറിന്റെ മൂവിയിൽ എന്തെങ്കിലും ഒരു ഡയലോഗുള്ള വേഷം പ്ലീസ് സർ. സച്ചി പറഞ്ഞിട്ട് വന്നല്ലേ? അതെ സർ. താരം കാര്യം ചെയ്യും സർ, ഒരു 2 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട്. അയ്യോ അത് പറ്റില്ല സർ, നമുക്ക് ഈ മാസം തന്നെ തുടങ്ങാൻ പറ്റൂ. താനാള് കൊള്ളാലോ. തനിക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഞാൻ പടം ഈ മാസം തുടങ്ങണം. പ്ലീസ് സർ. Get out. ഈ ഹണീബി 2ന്റെ ഷൂട്ടിങ്ങേ മട്ടാഞ്ചേരി നടക്കുന്നുണ്ട്. ഹണീബി ഷൂട്ട് ചെയ്ത അതേ വീട്ടിൽ തന്നെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. നേരെ അങ്ങോട്ടേക്ക് ചെല്ല്, അവിടെ ഒത്തിരി പുതുമുകൾ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. അങ്ങോട്ടേക്ക്. താങ്ക് യു സർ. ഹണീബി 2 ചേച്ചി. ലൂക്കാച്ചാ, ആ ഗേറ്റ് ഒന്ന് തുറന്നേ. ആരാണ്? ഞാൻ ഈ ഷൂട്ടിങ്ങിന്റെ ഷൂട്ടിംഗ് പാർട്ടിയാണോ? ഇത്ര നേരത്തെ വന്നാ? ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ? ചാൻസ് ചോദിച്ചു വന്നാണല്ലേ? എന്തായാലും നേരത്തെ വന്നത് നന്നായി. അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിക്കാരനെ ഇങ്ങോട്ട് കടത്തി വിടൂല. നല്ല ചിരിയാണ് കേട്ടാ. മോൻ വാ. ഇതിലൊക്കെ കയറി പറ്റാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാവേ. ഞാനും കുറച്ചാള് സീരിയലൊക്കെ അഭിനയിച്ചതാ. പക്ഷെ കിട്ടണതൊക്കെ വേലക്കാരി വേഷം. തുണിയലക്കല് മുറ്റവടി തുണിയലക്കല്. എന്നാ വല്ലതും കിട്ടുവോ? അതും ഇല്ല. പിന്നെന്തിനാ ഈ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോണത്? ജീവിതത്തിൽ തന്നെ ഈ വേഷം അങ്ങ് തുടരാന്ന് വിചാരിച്ച്. മോനിരിക്കേ. മോനെ ഇങ്ങനൊന്ന് കളിച്ചു. ജയ് ഹനുമാനിൽ അഭിനയിച്ചിട്ടില്ലേ? അതാണ് ഒരു മുഖപരിചയം. ആ ലൂക്കാച്ചാ, സിനിമാക്കാര് വരുന്നതിന് മുമ്പ് പിട്ടൂനെ പിടിച്ച് കൂട്ടിലിട്. ഇവിടത്തെ പട്ടിയാ, സിനിമാക്കാരെ കണ്ടൂടാ. അപ്പൊ തുടങ്ങും കൊര. കുടിക്ക്. നിങ്ങളുടെ ചായക്കട തുറന്ന് ചായ ഇട്ട് വരുമ്പോഴേ നേരെ ഉച്ചയാവും. മാത്രമല്ല ക്ലാര ചേച്ചി ചായ ഇട്ട് തരുന്നത് നാളത്തെ മോഹൻലാലിനെങ്ങാനും ആണെങ്കിലാ. ഇപ്പോഴത്തെ സിനിമയുടെ കാര്യമല്ലേ, ഏത് കൊഞ്ഞാണൻ എപ്പോ വലിയ നായകനാവുന്നൊന്നും പറയാൻ പറ്റില്ല. മോൻ ചായ കൂടി. ഞാനിപ്പോ വരാവേ. ഗുഡ് മോർണിംഗ്.
മച്ചാനത് വൈകി 7:30 താഴെ ഇറങ്ങിയപ്പോ വണ്ടിയില്ലായിരുന്നു. മനോട്ടം പറഞ്ഞില്ലേ ഇത്? താൻ പോയില്ലേ? ഇല്ല സർ, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോകാന്ന് വെച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ജിപ്പ് ടൈറ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അതിന്റെ തൊട്ട് മുമ്പിലൊന്നും ചവിട്ടും. അപ്പൊ അതിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു പാസിംഗ് കൂടെ മോനെ അത് ഡേസീനല്ലേ? അതിന് ലൈറ്റ്സ് ഒക്കെ വേണോ? നമുക്ക് ഇല്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ അത് സർ സർ, ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിംഗ് കോഴ്സ്. ചാൻസലറാണോ? എന്താ? അഭിനയ മോഹിയാണെന്ന്. ഒരു കാര്യം ഞങ്ങൾ മാറിയിരിക്കും, എന്തെങ്കിലും പറയാം കേട്ടാ. ഓക്കെ ഷേക്കേ, ഒന്ന് വന്നാടാ. എടാ, ഈ നിക്കണവനെ ഒരു അഭിനയ മോഹിയാണ്. നമ്മുടെ ഈ സീനില്ലേ എന്തെങ്കിലും ഒരു പാസിംഗ് കിട്ടൊക്കെ വേണം. കയ്യില് അവന്റെ കയ്യിലുള്ള വേഗം കൊടുത്താ പോരെ? ഇതാകണം അങ്ങനത്തെ കല്യാണം വേണ്ടി കൊടുക്കണത്. വല്ല ചക്കക്കുലെ തേങ്ങ എന്തെങ്കിലും എടുത്ത് അവന്റെ കഴുത്തിൽ വെച്ച് കൊടുക്കും. എടാ, ഞാൻ ജീനോട് പറയാം, സെറ്റാക്കി വെച്ചോ. ശരി ശരിയാ. പാസിംഗ് സെറ്റ് അല്ലേ? റെഡിയാണ് സാർ, റെഡിയാണ്, റെഡി. പാസിംഗ് റെഡി. എടാ, ആരെങ്കിലും പെട്ടെന്ന് റെഡി 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 സാർ, പാസിംഗ് റെഡി. എവിടെ നോട്ടാ, നേരെ സാർ ഇപ്പൊ എന്താ ഡയലോഗ് പറയണ്ടേ? ഡയലോഗൊന്നുമില്ല, ഇത് ചുമ്മാ പാസിംഗ് സീനാണ്. ഓക്കെ റെഡി, ടേക്ക് റെഡി, റോൾ പ്ലീസ്. റോളിംഗ് സർ. റെഡി റെഡി ആൻഡ് ആക്ഷൻ. നിനക്ക് പിന്നെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ ഈ പോണ വഴി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ പോണ വഴി എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞു. പക്ഷേ സിനിമയിലൊന്നും ഉണ്ടാവില്ല. നടന്നങ്ങൾ പോയാൽ മതി. പ്ലീസ് സർ, ഒരു ഡയലോഗ് ഒന്ന് പോണെന്ന്. എന്താണ് പാസിംഗ് വരാത്തത്? നോക്കടാ, ശ്രദ്ധിക്കടാ. വണ്ടി ബാക്ക് എടുത്തോ. നടക്കോ? സിനിമക്ക് പറഞ്ഞുള്ള സംഭവം പുത്തം BMW കൊണ്ടുവന്നാലും ടേക്ക് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ആവില്ല. ഒരു കാര്യം കട്ട് ചെയ്യാതെ അത് വരൂല. നമുക്ക് അടുത്ത ശ്രീനേണ്ട സെക്ഷനിലേക്ക് പിന്നെ വരാത്. എടാ, ക്യാമറ ഇട്ട് അപ്പുറത്തേക്ക് എടുത്തോ. അടുത്ത വേണം, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഒരു പാസിംഗ് കൂടാനൊക്കെ പഠിച്ചിട്ട് നമുക്ക് അടുത്തെടുക്കാം. ശ്രീനേണ്ടയിലേക്ക് പോവാ. എടാ, നിന്നോട് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ പോകണം, എപ്പോൾ പോകണമെന്ന്. പിന്നെ കിടന്ന് കുട്ടികളിച്ചോണ്ടിരിക്കണേ. സർ, ഇപ്പൊ ഈ വേഷം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയലോഗുള്ളൊരു വേഷം ചെയ്യാൻ പറ്റിയില്ലെങ്കിലൊന്ന് പേടിച്ചിട്ടാ. അത് നിനക്ക് ഡയലോഗ് ഇല്ലാത്തതിന്റെ ഇരുന്നാ അത് നീ എടുത്ത് ആദ്യം പറയണ്ടടാ. ആസിഫലിയുടെ റോൾ ഉണ്ടായില്ല, അത് ഞാൻ നിനക്ക് എടുത്ത് തരൂലേ. സർ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇനി നിന്നെ മേലോടെ കണ്ടുവരുത്തും. മലയാള സിനിമ ഞാൻ കാണിക്കൂല. സാറിന്റെ ഷർട്ടും ജീൻസ് അതൊക്കെ കോസ്റ്റ്യൂം എടുത്താ മേടിച്ചിട്ട് പോവാ. ആ വന്നാബി ആ കോസ്റ്റ്യൂമിൽ ആരെങ്കിലും ഉണ്ടാവൂടാ? സാറേ, ഈ കോസ്റ്റ്യൂമിന്റെ ഇവിടെ പറഞ്ഞാടാ, കുഴപ്പമില്ല, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നന്നായിട്ട് വരും. നീ ഉണ്ടാവില്ലേ? കാണാൻ പറ്റുമെങ്കിൽ നോക്കിയിട്ടാണ്. കണ്ണാണോ മേലോട് തനിക്ക്? അല്ല, കൊല. എവിടുന്ന് വലിയ വരുന്നതാണോ അതൊക്കെ? നീ അവിടെ പോയി കിടക്കാണ്. അവിടെ പഴക്കമില്ലാതെ മനുഷ്യൻ ചെയ്ത് കളിപ്പിക്കാനായിട്ട്. ചേട്ടാ, എന്റെ ഷർട്ട്. ഷർട്ടില്ലാത്ത പഴക്കലം കൊണ്ടാണ് പോവാ. എന്താ ഷൂട്ടില്ലേ? അങ്ങനെയാണല്ലേ? ഇല്ല, ചേച്ചിയുടെ ശ്രീനേന്റെ ചെറിയൊരു ഷോട്ട് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അല്ലടാ, കോമ്പിനേഷൻ. അതെ മോനെ, കാലത്ത് 7:30 മണിക്കൂടെ കൂടി എടുത്തേക്കാണ് മേക്കപ്പ് ഇട്ടിട്ട്. ഇപ്പോ മണി എത്രയെന്ന് അറിയാമോ? ആ ജീനോടൊന്ന് പറ വേഗം എടുക്കാനായിട്ട്. ഞാൻ പറയാം. നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കണം പ്രശ്നം ഉണ്ടാക്കണം. ലോകത്തിലെ ആകെയുള്ള ജീവികൾ സിനിമക്കാരൊത്ര ഉണ്ടാവുള്ളല്ലേ? ശരിക്കും പണിക്കാരെ വിളിച്ചോണ്ട് പോയിട്ട് ഇന്ന് പണിയില്ല, വെറുതെ ഇരുന്നു പറഞ്ഞാൽ ബാക്കിയെല്ലാവരും ഹാപ്പി ആയിരിക്കും. അതൊന്നല്ല, വേറൊരു ടീം കൂടി ഉണ്ട്. വെറുതെ ഇരുപോട്ടെ, പെണ്ണുങ്ങളൊക്കെ പെണ്ണാണ്. എന്തത്ര സംശയം? വല്ലപ്പോഴൊക്കെ കൺസിഡർ ചെയ്യും അതിനെ. ഇതുവരെ പോയില്ലേ? സാർ, എന്റെ ഡ്രസ്സും ബാഗും ഒക്കെ. ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂം റൂമിൽ കാണും. ഞാൻ അതിന്റെ പേര് പറഞ്ഞു കൊടുക്കണം. ചുറ്റി കളിക്കാൻ നോക്കണ്ട, പെട്ടെന്ന് പോകാൻ നോക്ക് കേട്ടാ. എന്താ ഇതിനത്? ഏയ്, രാവിലെ തന്നെ പണി എന്നിട്ടിരിക്കണാണ്. പാസിങ്ങിന് എടുത്തിട്ടേ അവന് ടേക്കിന് പോകാൻ പറ്റൂലെന്ന്. അഭിനയിക്കാൻ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണേ. ഡയലോഗ് ഉണ്ടെങ്കിൽ അവനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് അഭിനയിപ്പിച്ചു നോക്കിയല്ല. എന്താണ് മച്ചൻ, എന്തായാലും പണിയൊന്നും ഇല്ലാണ്ടിരിക്കണം. ആരെങ്കിലും പണി കൊടുക്കെങ്കിലും ചെയ്യാലോ. കൊല്ലണ്ടോ? ഏയ് അതിനറിയില്ല. എടാ, നീ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിച്ചാ? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ? അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അടയാറാ? ഓ, നമ്മുടെ രജനീകാന്തൊക്കെ പഠിച്ച സ്ഥലമല്ലേ? അഭിനയിക്കാനൊക്കെ അറിയോ? പുലിമുരുക്കം കണ്ട? കണ്ടു. 3 പ്രാവശ്യം. 3 പ്രാവശ്യം കണ്ടോ? അമ്മോ, ലാലേട്ടന്റെ കട്ട ഫാനാണ്. അവിടെ ചുമ്മാ ഒരു ടെസ്റ്റിംഗ് ആണ്. അതായത് പുലിമുരുകനില് ലാലേട്ടൻ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സീനില്ലേ? കണ്ട പടം കണ്ട? ആ സാധനം ഒന്ന് കാണിച്ചു നോക്കട്ടെ. നല്ല സ്റ്റൈലായിട്ടിരിക്കണം. ഉണ്ടൊക്കെ മടക്കി കുത്തിക്കും. ഏതാന്ന് മനസ്സിലായി? പോസ്റ്ററിലുള്ളൂ. അതെ, ഭാവനയ്ക്ക് ഇഷ്ടപ്പെട്ട ഓക്കെയാണ്. കാണിക്കട്ടെ. അയ്യേ, ഇതല്ല. ബാലു ഒന്ന് കാണിച്ചു കൊടുത്തത്. കണ്ടാ 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 കൈ കുത്തിക്കണ ദൂരതാണ്ടാ. അങ്ങനെ വേണം, അല്ലാതെ വെറുതെ ഹനുമാന്റെ മല മേടിച്ചോ. കേറ്റി കുത്തങ്ങട്.
അയ്യേ ഇതെന്നിട്ട് അത് പട്ടിമുള്ളായിരിക്കണം നോക്കി ഭാവന. അതെ മോനെ, വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയിക്കോ. ഇവരൊക്കെ വെറുതെയാണ്. ശരി, വേറെ സാധനം ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് ഭയങ്കര ഘോരവനത്തിൽ കൂടെ നടന്നു വരുന്ന ഒരാൾ. ആള് നടന്നു വരുമ്പോ കാട്ടിയാദിക്കാര് കുത്തിക്കൊല്ലും. കുത്തുകൊള്ളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ബാബുവിന്റെ മനസ്സിൽ വിചാരിച്ച് ചെയ്താൽ മതി. ഇത്രേ കുത്തുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആള് ലോകത്തുണ്ടാവില്ല. ഈ ബാബുരാജ് ഞാൻ ചെയ്യുവാണെങ്കിൽ സിൻസിയർ ആയിട്ട് ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി ചെയ്യും. പോട്ടെ അങ്ങാറ്റത്ത് നല്ല കാടാണ്ടത്. ആ സീനാണ് പിടിച്ചോ. അയ്യോ വെളിച്ചെണ്ണ പാത്രത്തിൽ പോണ്ട. ക്യാമറ റോളേ. വള്ളി തപ്പി തടഞ്ഞു. ചാടി വീഴാമോ? ദൈവമേ, ഞാൻ പറഞ്ഞല്ലോ തമാശ കളിക്കല്. ഇവൻ ആള് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇത് എന്തിനിങ്ങനെ വീഴാൻ പോണേ? ആക്ടിംഗ് അല്ലേ? ഓ അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിപ്പിക്കണില്ലാന്ന് തോന്നുന്നു. ഷാജേട്ടൻ ഇവിടെ കുറിച്ച് ആരെങ്കിലും വീണ്ടുണ്ടാ ഒന്ന് എടുത്തു വെച്ചേക്ക്. ഇങ്ങനെയൊക്കെയാണ് വിശ്രമവേളകൾ ആനന്ദകരമാണ്. ഹലോ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. സിനിമയിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ലൈറ്റ് യൂണിറ്റ്, ആർട്ട്, കോസ്റ്റ്യൂംസ്, അങ്ങനെ ഏതെങ്കിലും കയറിപ്പറ്റി ലൊക്കേഷനിൽ പിടിച്ചിക്കാൻ പറ്റണം. എന്തും സഹിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണം. എന്നാലേ ലൈം ലൈറ്റിൽ വരാൻ പറ്റും. നല്ല ബെസ്റ്റ് സമയം. ലൈം ലൈറ്റിൽ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് ലൈറ്റ് പോയി. കൊള്ളാം. റോഷൻ നേരെ കുറച്ച് കൂടിയുണ്ടെന്ന് കറപ്പിക്കേണ്ടി വരും തോന്നുന്നു. സർ. ആ നീയാ ഡയലോഗ് പിടിച്ചാടാ. നന്നായിട്ടൊക്കെ ചെയ്യട്ടാ. പിന്നെ എടാ ഞാനും ബാബുരാജും പിന്നെ ബാലുവും കൂടി സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് നിനക്ക് വേഷം തന്നിരിക്കുന്നത്. അനൂപിനെ ഞാൻ അകത്തൊക്കെ തിരക്കാൻ. ഞാൻ ആ പ്രവീണായിട്ട് കോസ്റ്റ്യൂം ഇറങ്ങിയത്. അശോകൻ ഇവിടെ വർക്കുണ്ടോ? ഇന്ന് എനിക്ക് വർക്കില്ല. ഞാൻ ഈ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് ഇട്ടു നോക്കാൻ വേണ്ടി വന്നതാ. അശോകന്റെ പടം ചെയ്യുന്ന കേട്ട്. ഇല്ല, അതൊരു മാസം കഴിയും. അത് ഈ പിള്ളേരെയൊക്കെ വെച്ചുള്ള ഒരു എക്സ്പെരിമെന്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അശോക്, ഇത് വിഷ്ണു. ഈ പടത്തിൽ ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിടാ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല ഹലോ ജി. ഒന്നുമില്ലടാ, പയ്യനില്ലേ അരുണിന്റെ വേഷം ചെയ്യുന്നത് വിഷ്ണു. അവനതിനു മുമ്പ് 1-2 പടത്തില് മെയിൻ വേഷത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഡയറക്ടർ ജോസാനിന്റെ പടം, പിന്നെ ഒന്ന് ഉമേഷ് ബാബുവിന്റെ പടം. 2 പടവും നടന്നില്ല എന്ന് മാത്രമല്ല, നിനക്കറിയാലോ. അല്ല, അശോകൻ ചോദിക്കായിരുന്നു നമ്മളായിട്ട് വെറുതെ ഒരു റിസ്ക് എടുക്കണമെന്ന്. ഞാൻ അറിഞ്ഞ ഉടനെ സച്ചിയോട് കാര്യം പറഞ്ഞു, പടത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പോകണ്ടെന്ന്. പക്ഷേ ഇവിടെ വന്ന് പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കല ചേട്ടാ. എന്താപ്പാ നിങ്ങളുടെ ഫസ്റ്റ് പടം, ഫസ്റ്റ് സ്ക്രിപ്റ്റ് പപ്പം പ്രിയപ്പെട്ടോപ്പ് അത് പൊട്ടിപ്പോയില്ലേ? അതും പറഞ്ഞ് ആരും പിന്നെ വിളിക്കാണ്ടിരുന്ന എന്തായിരിക്കും അവസ്ഥ? ശരിയാണ്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ ഷോട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. പോട്ടെ പോട്ടെ നീ മനസ്സിൽ വെക്കണ്ട. പോട്ടാ ചേട്ടാ. അല്ല ശോക, പറഞ്ഞു വന്നപ്പോ അവൻ പറയുന്നത് പകുതി ശരിയാ. പകുതിയല്ല, അവൻ പറയുന്നതാ ശരി. അത് ശരി. ഇപ്പൊ ഞാൻ എന്തോ വിശ്വസിച്ച ബെസ്റ്റ് ആള്. റോഷ, നമുക്ക് പണിയെടുക്കാം. എന്റെ കൈകൊണ്ട് ആദ്യമായി മേക്കപ്പ് ചെയ്താരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സത്യം. മനോട്ടാ, എന്റെ ഫോണൊന്ന് കട്ട് ചെയ്യൂ. ആ ഫോട്ടോയിൽ കാണുന്ന സിനിമാ നടൻ വിഷ്ണുവിന്റെ കമ്പനിക്കാരൻ ഉസ്മാൻ വില്ലൂട്ടൻ. ആ ഫോട്ടോയിൽ കാണുന്ന സിനിമാക്കാരൊക്കെ എനിക്കറിയാം. നിങ്ങൾ പറയുന്ന വിഷ്ണു ആരാ? ഓനാണ് ഈ സിനിമയിലെ നായകൻ.
ഹലോ, നിങ്ങൾ വന്നിട്ട് എത്ര കാലായി? ഞാൻ വന്നിട്ട് 19 കൊല്ലം. ആണ് മനസ്സിലാവാത്തത് പഴയ ആളാണ്. അതെ, പഴയ ആളാ. ന്യൂ ജനറേഷൻ ആണ് സിനിമയൊക്കെ. ഓനൊക്കെ അതിന്റെ ആളാണ്. വെറുതെ എണ്ണം കെട്ടോണ്ട് സംസാരിക്കാണ്ട് അവനെ വിളിക്കടാ. ഓനെ ഫോണിൽ വിളിച്ച് കിട്ടില്ല. ഷൂട്ടിങ്ങിലേക്ക് ഒന്നും വിളിച്ചോട്ടെ. പുറത്തിറങ്ങിയിട്ടുള്ള സംസാരം മതി. ഓനെ ഫോൺ വിളിച്ച് ഇവിടുന്ന് ഒഴിവാക്കും പറഞ്ഞു. പണി ഞാൻ നോക്കിക്കോളാം. മനോട്ട ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കും. എടുക്കടാ, എടുക്ക്. എടുത്തോ. ഉസ്മാനെ, എടാ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആ സെക്യൂരിറ്റിക്കാരൻ കയറ്റി വിടില്ല. ഇതാ ഈ ഷൂട്ടിംഗ് നടക്കുന്ന വീടിന്റെ നേരെ മുന്നിലുണ്ട്. ഞാനും വില്ലൂട്ടനും അമ്മയും മുത്തച്ഛനും എല്ലാരും ഉണ്ട്. മനോട്ട എൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്. അവരവിടെ ഗേറ്റിൽ. പറയാം. ഹലോ മോനെ, സെക്യൂരിറ്റി കൊടുക്ക്. സെക്യൂരിറ്റി ഹലോ, അവരൊന്ന് അകത്തേക്ക് എടുത്തു വിട്ടേക്ക്. അത് ശരി. വീട്ടുകാർ മാത്രം അകത്തേക്ക് കയറിപ്പോ. മാത്രം മതി. ഇതൊന്ന് കഴിച്ചു നോക്കി. ഉമ്മ ഉണ്ടാക്കിയ ഉപ്പ ഉപ്പ ഇതെന്താ അച്ഛൻ? ഉപ്പ ഇതെന്താ രാവണന്റെ കൊട്ടാരോ? ആ വിഷ്ണു ആണ് രാമനായിട്ട് അഭിനയിക്കുന്നത്. രാവണനായിട്ട് ബാബുരാജ്. അപ്പൊ നിനക്ക് ഹനുമാനാവാം. ആവൂ, നിങ്ങൾ ഞാൻ എൻ്റെ വാലാക്കും. ആ വാലിന് തീ കൊടുത്ത് ഈ കൊട്ടാരം മുഴുവൻ ഓടി നടന്ന് ഞാൻ കത്തിക്കും. അമ്മേ, എൻ്റെ അടുത്ത് ബ്ലാക്ക് ഒന്നുമില്ലേ, അതുകൊണ്ട് 500 നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ തിരിച്ചു വിളിച്ചോളാം. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. സിദ്ദിഖ് ലാൽ സാറല്ലേ? അല്ല, ഞാൻ ലാല. അപ്പൊ മറ്റേ സിദ്ദിഖ് ലാൽ സാറ് അത് വേറെ. പൂലിമുരിക്കല്ലേ ലാലേട്ടൻ ഗംഭീരായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. താങ്ക് യു. പക്ഷെ നിങ്ങളങ്ങോട്ട് ശരിയായില്ല. ലാലേട്ടൻ പുലിയൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട്. നിങ്ങളെ കാണാൻ ഗ്ലാമറും താടിയൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നുകൂടി വളരാണ്ട്. താടിയ അല്ല, അഭിനയം വിഷയക്കണ്ട. ശരിയായിക്കോളും. തുടക്കത്തിൽ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ. വിഷമിക്കണ്ട. അല്ലോ ഭാവനല്ലത്. ഒറ്റ മിനിറ്റ് ഇപ്പൊ വരെ ഞാൻ പറയാണ്ട്. അല്ലോ എന്താ ഇപ്പൊ ഞാൻ കാണുന്നത്? എന്നെ മനസ്സിലായി. ഞാൻ ഉസ്മാൻ. സിനിമയെ കാണുന്ന മാതിരി തന്നെയാണല്ലോ. നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചു സിനിമയിൽ ക്യാമറേന്റെ പരിപാടിയാണ് ഗ്ലാമർ എന്ന്. ശരിക്കും മൊഞ്ചത്ത് തന്നെയാണ്. ആ പിന്നെ ഞാൻ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. മുള്ളങ്കിൽ വിലായത് ഒരു ആട്ടുംകുട്ടി തന്നില്ല നര സിനിമയിൽ. അത് പറ്റി? അത് പറ്റൂ. 4 കുട്ടികൾ. ആണോ? മുട്ടനാടുണ്ടോ ഒന്ന് എനിക്ക് തരുമോ? എന്തിനാ? അല്ല, ഇങ്ങനെ വെറുതെ കിട്ടിയല്ലേ. ഇതാര്? എന്താണ് ഇത്? മുത്തച്ഛൻ, അമ്മ, പെങ്ങള്. ആരുടെ? വിഷ്ണുവിന്റെ. നമ്മുടെ അത് തന്നെ. മുത്തച്ഛനെ കയറി ഞങ്ങൾ എല്ലാരും കൊണ്ട് വന്നതാ. അല്ല, നമ്മുടെ വല്ലതും പോയോ? താഴേക്ക് നോക്കുന്നുണ്ട്. പ്രായമായ ആളല്ലേ, കാറ്റ് പോയി നോക്കിയിരിക്കൂ. കാറ്റ് പോണ നിന്റെ അച്ഛൻ തോരപ്പൻ ശങ്കുണ്ണിയുടെ. അത് കഴിഞ്ഞിട്ടാവാ എന്റെ. ചെറിയൊരു തരാറില്ലേ. പിന്നെന്തൊക്കെയുണ്ട്? സുഖല്ലേ? പോകുന്നു. പടമൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? നിങ്ങള് അകത്തേക്കല്ലേ? വിഷ്ണു അകത്തുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ വിഷ്ണുവിനെ കണ്ടു വന്നിട്ട് നമുക്ക് വിശദമായിട്ടൊന്നിരിക്കാം. വിഷ്ണു ഞങ്ങൾ എവിടെയൊക്കെ തെരഞ്ഞറിയോ? അടിപൊളി ഗ്ലാമർ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ. ഇത് വേണ്ട ഹെയർ സ്റ്റൈൽ. വിഷ്ണു ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞു കൊടുക്കണ. ആരായാലും അങ്ങോട്ട് മാറി. അയ്യോ, അടിപൊളി. മുത്തശ്ശൻ വിഷ്ണുവിന്റെ അറിയില്ലേ, വലിയ തറവാടിയാ. അത് കോളാമ്പല്ല മനുഷ്യ. പൊളിച്ച്. ഞാൻ പറഞ്ഞില്ലേ വലിയ തറവാടി എന്ന് പറഞ്ഞില്ലേ. ആരാടാ മിണ്ടാണ്ടിക്കണോ? മേക്കപ്പ് എടുക്കട്ടെ, കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇവനെ ഞങ്ങളുടെ വീട്ടിൽ ഏക പ്രതീക്ഷ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്താ ചെയ്യ? അമ്മ പേടിക്കണ്ടെന്ന്. ഞാൻ ആദ്യമായി മേക്കപ്പ് ചെയ്ത ആരും ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്താ തല വെട്ടിപ്പോവോ? അല്ല, തിരിഞ്ഞു നോക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞ. നമുക്ക് ആ ക്രീപ്പിനെ ചെയറിലിട്ടിട്ട് കൈസും സുരേഷണ്ണെ കൂടി ഇങ്ങനെ താഴെ. അപ്പൊ അമിത് ബജാറിലെല്ലാം ഇടിച്ചു പൊളിച്ച് അതോട്ട് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോകും. പിന്നെ ഈ ടീം കൂടി വരാ. അത് അരുണല്ലേ? അവൻ വരില്ല എന്നല്ലേ പറഞ്ഞു. എന്റെ അമ്മ വിഷ്ണുനോട് എന്ത് പറയും? നമസ്കാരം. നമസ്കാരം. മോർണിംഗ് മച്ചാനെ. സർപ്രൈസ് എൻട്രി ഇല്ലേ? പിന്നെ കലക്കി. അവിടെ കട്ട ഡാർക്ക് സീനാണ്. ഞാൻ മച്ചാന്റെ അവിടെ ആയതുകൊണ്ട് ഒരു പരിപാടി നടക്കൂലെന്ന്. വിത്ത് മേക്കപ്പ് ആണ്ടാ. സീൻ എവിടെ? സീൻ നിതിനെ സീനെടുത്ത് കൊടുക്കും. ചേട്ടാ വിഷ്ണുവോടെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ല, അവനോടൊപ്പം പറയും. അതിപ്പോ അവന് വേറെ എന്തെങ്കിലും കൊടുക്കാന്ന് പറയാം. വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് കൊടുക്കാൻ? ഇല്ലേ,
അരുൺ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. വന്നല്ലോ, ഹാപ്പിയല്ലേ? സന്തോഷായി. അതെ മേക്കപ്പ് ഒക്കെ അല്ലേ? പിന്നെ അടിപൊളി. നമുക്ക് നോക്കാം. കോസ്റ്റ്യൂമർ ആണ്. കോസ്റ്റ്യൂമർ പ്രവീണല്ലേ? ശ്ശെ, മെനക്കേടായി. ഞാൻ അവരോട് എന്താ പറയാ? പപ്പയായിട്ട് വരുത്തി വെച്ചാലേ ഡീലി ജനകോടികളെത്തും അവിടത്തെ തിരുമുടി കാണാൻ പൊന്നും കുരിശും. അഭിനയിക്കാൻ വന്ന ആളാ ഇപ്പൊ ചാവപ്പെട്ടി ജോം നടക്കണം. എടാ ജീനെ, ഇവന് ആസിഫിന്റെ നല്ല ചായ ഇല്ലടാ. ഇവന് ആസിഫിന്റെ ചെറുപ്പമാക്കിയല്ലോ. ചായയൊക്കെ ഉണ്ട്, പക്ഷെ ആസിഫിന്റെ ഒരു ആസിഫ് തന്നെയാണ്. ആസിഫാ? ആ, എങ്ങനെ? മീശയൊക്കെ പിടിച്ചിട്ട് തമിഴിൽ സൂര്യൊക്കെ ചെയ്യണമല്ലേ, ഇപ്പൊ അങ്ങനെയാണല്ലോ. അവനെ കൂടി വലുതായിക്കോട്ടെ. എന്നാ ശ്രീനിയുടെ ചെറുപ്പമാക്കിയാലോ? പപ്പക്ക് അവനെ അഭിനയിപ്പിച്ചടങ്ങുള്ളതാണ്. അല്ല ജീനെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവന് വേഷം കൊടുക്കാൻ പറഞ്ഞിട്ട് വലിയ പ്രതീക്ഷയില്ല. പാവം. ഒന്നാമത് ഇവനെങ്ങനെയാണ് ശ്രീനേട്ടനെ ചെറുപ്പം ചെയ്യുന്നത്? ഇവൻ നല്ല കളറല്ലേ, ശ്രീനേട്ടനാണെങ്കിൽ നല്ല കറുപ്പും. അങ്ങനെയാണെങ്കിൽ മമ്മൂക്കനെ വാർണയാക്കിയതല്ലേ മൃഗയില്, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ല ബാബട്ടാ, അവന്റെ മൂക്കില്ലേ ശ്രീനേന്റെ പ്രത്യേകതയുള്ള മൂക്കല്ലേ, ഒട്ടും മാച്ച് ആവില്ല അത്. പിന്നെ ഞാൻ ആ മധുവിന്റെ അടുത്ത് അത് ചെയ്യാന്ന് പറഞ്ഞു, കൊടുക്കാന്ന് പറഞ്ഞു. സമയം ശരിയല്ല. എന്താടി? നീ അങ്ങോട്ട് നോക്കിയേ. ഏ? അങ്ങോട്ട്. ഇങ്ങോട്ട് ഇങ്ങോട്ട്. പറഞ്ഞത് ശരിയാ, മാച്ച് ആവൂല. മാച്ച് ആവൂലെന്നോ? എന്ത് മാച്ച് ആവൂലെന്നോ? നാളെ മുത്തശ്ശന്റെ ഷൂട്ട് തീരുവോ? നാളെ തന്നെ തിരിച്ചു പോവോ? അയ്യോ, വിശന്നിട്ട് പാടില്ലേ. ശരി, നാളെ പറയാം. നെക്സ്റ്റ് இந்த ஏரியா மாஸ்டர். ആമാ ആമാ. ഓക്കെ. ആസിഫ് ആൻഡ് ഓൾ ഡാൻസേഴ്സ്. എന്താടാ നീ പോവേണം? എടാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴത്തെ വർക്കിന്റെ ടെൻഷൻ്റെ പുറത്ത് പറഞ്ഞു പോയതാ. അതൊന്നും മനസ്സിലാക്കണ്ട കേട്ടാ. ഓക്കെ. അതെ, കൊറേ നേരം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി നോക്കുക. എന്താ? പറയാൻ അയ്യോ, മുത്തശ്ശന്റെ ഷോർട്ടായി തോന്നുന്നു. ഞാൻ ഇപ്പൊ റെഡി ആൻഡ് ആക്ഷൻ. ഷാൻഡോ, ഈ സീനോടുകൂടി മുത്തശ്ശന്റെ കഴിഞ്ഞു. ഇനി ഇത് നീ തന്നെ വെച്ചോ. കഴിഞ്ഞോ? ഒരു 1.5 മുതലാണ്ട് പിന്നെ മുത്തച്ഛൻ. ചേട്ടാ ഒന്ന് മാറും. അതെ, കോസ്റ്റ്യൂം റൂമിൽ ഞാനുണ്ടാവും. ഒന്ന് അവിടേക്ക് വരൂ. എന്താ എന്നോട് പറയാണ്ടെന്ന് പറഞ്ഞേ? പെട്ടെന്ന് പറ. നിനക്കെന്നോടൊന്നും പറയാനില്ലേ? എന്താ ഇത്? റൂമിലെത്തിയിട്ട് തുറന്നു നോക്കിയാൽ മതി. റെഡിയാണ്, അടുത്ത സീനുള്ളല്ലേ? ടേക്കിന്റെ സമയം കഴിഞ്ഞിട്ടില്ല. മാങ്ങാത്തിരിയാണെന്നൊക്കെ പറഞ്ഞാലേ എടാ പിന്നെ പറയുന്ന കേക്ക് അവിടെ പോയി വിളിക്ക്. വേഗം പോ. പോ വിഷ്ണു. പിന്നല്ലാണ്ട് ബഹദൂറിന്റെ റെഡിയാണ് റെഡിയാണ്. റെഡിയാണ്. എന്താണ് കൺമണി ടച്ചപ്പിൽ എന്താ കോസ്റ്റ്യൂം റൂമിൽ കാര്യം? ഭാവനച്ചിയുടെ അടുത്ത സീനിലേക്കുള്ള കോസ്റ്റ്യൂം ഇതല്ലേ? ഭാവനച്ചിയുടെ കോസ്റ്റ്യൂമാണ്, പക്ഷെ സീൻ്റെ ആരും തിരിഞ്ഞെടുത്ത് വെക്കണം. ടാറ്റാ. കൺമണി അൻപോട് അജിജി ഷൂട്ട് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി എനിക്ക് ബഡായ് ബംഗ്ലാവിന്റെ ഷൂട്ടുണ്ട്. നമുക്കൊരു സെൽഫി എടുക്കട്ടോ? അത് നമുക്ക് എടുക്കാം. എന്റെ കോസ്റ്റ്യൂം ഒന്ന് തരുമോ? എന്നാ ചേച്ചി ചെല്, മാറിയിട്ട് വരാം. ഓക്കെ. ലാലേട്ടാ, മുത്തശ്ശന്റെ വർക്ക് കഴിഞ്ഞു. നമസ്കാരം. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. വർക്കൊക്കെ തീർന്ന സ്ഥിതിക്ക് ഒരു ചെറിയ പ്രതിഫലമൊന്നും വേണ്ടായിരുന്നു. പക്ഷേ നാട്ടിലൊരു 2 ഏക്കർ സ്ഥലവും ഒരു വീടും വയ്ക്കണമെന്ന് ഇത്ര നാളായി ആഗ്രഹം തുടങ്ങിയിട്ടേ അതാണ് നടക്കട്ടെ എന്ന് കരുതി. അത്രക്കൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ.
മനോജ് ഇവർക്ക് പോകാനുള്ള വണ്ടിയുടെ ഏർപ്പാട് ചെയ്യ്. ദേഷ്യമല്ലേ അതെ നിന്നെ ഞാൻ ഇവനാ 1000 തുണി മാറിനോട് ഒളിഞ്ഞു നോക്കിയേക്കണവൻ ഞാൻ പറഞ്ഞിട്ടാ വിഷ്ണു വന്നത്. താനെന്തിനാ പറഞ്ഞത്? കോസ്റ്റ്യൂം എടുക്കാൻ വന്നപ്പോ വിഷ്ണു ഇതുവഴി പോകുന്നുണ്ട്. അപ്പൊ ഒരു വഴിപാട് ഏൽപ്പിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാ. വഴിപാടാ? ആർക്ക് വഴിപാട്? അത് വിഷ്ണുവിന്റെ നാട്ടില് നല്ല ശക്തിയുള്ള ദേവിയുടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഉടയ്ക്കാനുള്ള തേങ്ങ കൊടുക്കാനാ. കൺമണി, നീ റൂമിലേക്ക് വാട്ടാ. നിനക്കുള്ളത് ഞാൻ അവിടെ നിന്ന് തന്നോളാം. പറ്റിയ ആളാണ്ടോ എനിക്ക്? വാ ഇങ്ങോട്ട്. നിനക്കത് വാതറിന് പറഞ്ഞോളാം. തേങ്ങയ്ക്ക് പകരം നിന്റെ തലമുണ്ട അടിച്ചു പിടിച്ചാൽ പാവനക്ക് തേങ്ങ ഉടക്കാൻ പോയിട്ട് അവന്റെ മൂക്കിരിക്കണോ? എടാ അതൊക്കെ ചൊവ്വയെ വായ തുറന്ന് പറയണം, മനസ്സിലായ? ഇത്രയ്ക്ക് പാവാൻ പാടില്ല. ചെല്ല്, പോയി കഴുകു, ചെല്ല്. ഓ പോയി കഴുകു. എന്നിട്ട് ആ മൂലയ്ക്ക് അങ്ങനെ പോയിരിക്കും, അല്ലെങ്കിൽ ആശുപത്രി പോയി ഡോക്ടറെ ഒന്ന് കാണും. എന്താണ് എന്താ സംഭവിച്ചത്? അറിയാതെ ഞാൻ ഷർട്ട് ഒന്ന് കുറഞ്ഞിട്ടതാ. ശ്രദ്ധിക്കണ്ട. എടാ മോനെ, നിനക്ക് ആ പെണ്ണ് പറഞ്ഞേല് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയില്ലേ? മിസ്റ്റേക്ക് എന്തിടിയാ ബാബോട്ടിടിച്ചേ? ആ ചെറുക്കന് പറ്റിയിരുന്നെങ്കിൽ ഇവിടെ ആകത്തോണ്ട് ആർക്കാരും ചെയ്യും. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് ഈ അക്രമം കണ്ടു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല, പ്രതികരിക്കും, പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്കെതിരെ. ആ അങ്ങനെയാണ്. ആ അതെ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഇവന്മാർക്ക് അവനെ ഇടിക്കുന്നതിന് മുമ്പിട്ട് എന്താ കാര്യം എന്ന് അന്വേഷിച്ചൂടെ? വെറുതെ പടത്തിന് പ്രാക്ക് മേടിച്ചു വെക്കാനായിട്ട് ഓരോ പരിപാടി. ഞങ്ങള് പോവാ സാറേ. പോലെ നീ ഒരു കാര്യം ചെയ്, ആ മനോജ് കാരൻ്റെ അടുത്ത് നിന്റെ നമ്പർ ഒന്ന് കൊടുത്തിട്ടും പോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഇത് വെച്ചോ. അയ്യോ വേണ്ട സാറേ, എനിക്ക് വിഷമമൊന്നുമില്ല. മുത്തശ്ശനെ അഭിനയിക്കാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ആ ശരിടാ. നിന്നടാ. ഓക്കെ, ഇപ്പൊ ഇവന് ശ്രീനിവാസിന്റെ ചെറിയൊരു കട്ടില്ലേ? അതവന്റെ മൂക്കിനിട്ടൊക്കെ ഇടികൊണ്ട് എന്റെ നീരാണ്. എന്നാലും ഒരു ചായ ഇല്ലേ? ചായയൊക്കെ ഉണ്ട്. നീരൊക്കെ മാറി കഴിയുമ്പോ വേറെ പോലെ ഇരിക്കും. സാറേ നീര് മാറുമ്പോ ഒന്നുകൂടി ഇടിച്ചാ പോരെ? നീ ഒരു കാര്യം ചെയ്, മുത്തച്ഛനെ പറഞ്ഞോളൂ, നീ ഇവിടെ നിൽക്ക്, നമുക്ക് നോക്കാം കേട്ടാ. ശരി സാർ. കഷ്ടം. കൺമണി, നിന്റെ ഫോൺ അടിക്കുന്നു. എന്താ ചേച്ചി? ഫോൺ അടിക്കുന്നു. ഹലോ കൺമണി, ഞാനാ വിഷ്ണു. ചേച്ചി ഒരു മിനിറ്റ്. ഗിഫ്റ്റ് കലക്കിട്ടോ? ശരിക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ അതെ, ഒരുപാട് വേദനിച്ചോ? ബാബുവേട്ടന്റെ ഇടിയല്ലേ? ഇപ്പോഴും വേദനയുണ്ടോ? ആ കുറച്ച്. സാരില്ല കേട്ടോ, പോട്ടെ. അതെ, റൂഫ് ടോപ്പിൽ വരാൻ ധൈര്യമുണ്ടോ? ഒരു 12 മണിക്ക് ഉണ്ടെങ്കിൽ എങ്കിൽ വാ, ഞാനവിടെ ഉണ്ടാവും. ഗുഡ് നൈറ്റ് ചേച്ചി. ഗുഡ് നൈറ്റ്. അതെ, ഒരു 5 മണിക്ക് അലാം വെച്ചേക്കണേ. നിറവേ ഈ നീലരാവിൽ നാളമായി നീ മറഞ്ഞുവോ? ഈ നെഞ്ചിലെ മൃദുതാളമായി നീ വരില്ലയോ? നിണമായി നീ നിറമേ, നിനവായി നീ നിറമേ. ഭാവനേച്ചി ഉറങ്ങിയോ? ഭാവനേച്ചി കട്ടിലുണ്ടാവും, മതി, അപ്പം ഉറങ്ങും. കൺമണിക്ക് പേടിയില്ലേ? ഈ ലോകത്ത് ഏറ്റവും ധൈര്യം എന്തിനാണെന്നറിയോ? പെണ്ണിനാന്ന് പറയാനല്ലേ? അല്ല, പിന്നെ പ്രണയത്തിന്. എനിക്ക് മനസ്സിലായി.